രജനീകാന്തിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എങ്ങനെ ഒറ്റ വരിക്ക് ഈ സീട്ടൊക്കെ വായിലോട്ട് വെക്കുന്നത്? അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന രജനീകാന്തിനെ പറ്റിയാണ്. കൂലി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂലി എൽസ്യുവിൻ്റെ പാട്ടാണോ, അല്ലെങ്കിൽ കൂലി 1000 കോടി നേടുന്ന ആദ്യ തമിഴ് സിനിമയാകുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത്. കൂലി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന മാസ്റ്റർ ഡയറക്ടറുടെ ഒരു വലിയ സിനിമയാണ് കൂലി എന്ന് പറയുന്നത്. കൂലി എന്ന് പറഞ്ഞ സിനിമയിലെ രജനീകാന്ത് എന്ന് പറഞ്ഞ ആ ഒരു പേര് തന്നെ മതി. പക്ഷേ രജനീകാന്തിനെ കൂടാതെ തന്നെ വലിയൊരു താരനിര ഈ ഒരു സിനിമയിലുണ്ട്. അമീർ ഖാനുണ്ട്, നാഗാർജുനയുണ്ട്, സൗബിനുണ്ട്, സത്യരാജുണ്ട്, ഉപേന്ദ്രയുണ്ട്, അങ്ങനെ ഒരുപാട് താരനിരയുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ട്രെയിലറിൽ കാണിക്കാത്ത മറ്റു പ്രധാനപ്പെട്ട താരങ്ങളും കണ്ടേക്കാം. അതാണ് ഇത് എൽസ്യു ആണോ അല്ലയോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ലോകേഷ് എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ഇതൊരു എൽസ്യുവിൻ്റെ പാട്ടല്ല എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആരാധകരെല്ലാം പറഞ്ഞു ഇതൊരു ടൈം ട്രാവൽ മൂവി ആയിരിക്കുമെന്ന്. അതിനും അദ്ദേഹം വ്യക്തമായ മറുപടി കൊടുത്തു. ഈ ഒരു സിനിമ കൂലി എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്ന ഒരു ടൈം ട്രാവൽ സിനിമയല്ല, നേരെ മറിച്ച് ഒരു ഗോൾഡിൻ്റെ കള്ളക്കെടുത്തും അതിനെ ബേസ് ചെയ്തുള്ളൊരു സിനിമയാണെന്ന് പറയുന്നത് ട്രെയിലറിൽ അത് വ്യക്തമായി കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്തിനെന്ന് പറഞ്ഞാലും ലോകേഷ് ലിയോയെ പറ്റി പറഞ്ഞു ഇത് തന്നെയാണ്. അതായത് ലിയോ എന്ന് പറയുന്ന ഒരു എൽസ്യു പാട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കണ്ടതാണ് അത് എൽസ്യുവിൻ്റെ പാട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡയറക്ടറെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം കൂലി എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി നോക്കുകയാണെങ്കിൽ അത് രജനീകാന്തിൻ്റെ സിനിമ തന്നെയാണ്. ഒരു 100% രജനീകാന്തിൻ്റെ സിനിമയാണ്. അല്ലാതെ 50% അല്ല, 100% രജനീകാന്തിൻ്റെ സിനിമയാണ്, 100% ലോകേഷിൻ്റെ സിനിമയാണ്. സോ ഇതിലും ബിരിയാണി കാണും, വെടിയും പുകയെല്ലാം തന്നെ ഉറപ്പായും കാണും. അപ്പം കൂലിയിൽ നമ്മൾ കാണാൻ പോകുന്നത് രജനീകാന്തിൻ്റെ വേറൊരു വേർഷനാണ് എന്ന് ലോകേഷ് പറയുകയുണ്ട്. അതായത് അഭിനയ സാധ്യതകളെ നിർത്തിക്കൊണ്ട് രജനീകാന്തിൻ്റെ ഒരു അമാനുഷികതയുണ്ടല്ലോ, അതാണ് സ്ക്രീനിൽ ആരാധകർക്കും സാധാരണ പ്രേക്ഷകർക്കും കാണേണ്ടത്. അത് ഉറപ്പായും കൂലിയിൽ കാണാൻ പറ്റുമെന്ന് ഈ ഒരു ട്രെയിലർ വ്യക്തമായി കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ BGM. ഈ അനിരുദ്ധ് എന്ന് പറയുന്നത് ഹാർഡ് കോർ രജനീകാന്ത് ഫാനാണ്. ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു തലവർക്ക് കൊടുത്ത ട്രിബ്യൂട്ട് നമ്മൾ കണ്ടതാണ്. സോ ഒബ്വിയസ്ലി ഈ കൂലി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ രജനീകാന്തിനുള്ള ഹൈ എക്സ്പ്ലോറിങ് BGM ഇതിൽ ഉറപ്പായും കാണാൻ സാധിക്കുന്നു. അതുപോലെ ഗിരീഷ് ഗംഗാധരനാണ് സിനിമാറ്റോഗ്രാഫി. അപ്പം പിന്നെ ഒരു നൈറ്റ് വിഷ്വൽസ് ആണെങ്കിലും ഡേ വിഷ്വൽസ് ആണെങ്കിലും ഗംഭീര വിഷ്വൽസ് ആയിരിക്കും കൂലിയിൽ കാണാൻ പറ്റുന്നത്. കൂലി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എങ്ങനെയാണ് രജനീകാന്ത് വന്നതെന്നുള്ളത് ഈ ഒരു ഓഡിയോ ലോഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോമോയിൽ പറയുകയുണ്ടായി. അതായത് ലോകേഷ് മാനഗരവും കൈദിക്ക് ശേഷം അടുത്ത സിനിമ ചെയ്യാൻ പോകേണ്ടിയിരുന്നത് രജനീകാന്തിൻ്റെ ഒപ്പമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് കമലഹാസൻ വിളിച്ച് രജനീകാന്തിനെ പറഞ്ഞത് വിക്രം എന്ന് പറഞ്ഞൊരു സിനിമയുടെ കോൺസെപ്റ്റ് പറഞ്ഞത്, ഒരു 50 ദിവസത്തെ ഷൂട്ടിംഗ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ലോകേഷ് നേരെ കമലഹാസനെ വെച്ച് വിക്രം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു സ്റ്റോറി റെഡി ആകാതെ ബാക്കി സിനിമകൾ ഇപ്പോൾ മാസ്റ്ററും ലിയോ ഒക്കെ ചെയ്ത് പിന്നീട് ലോകേഷ് തൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കി രജനീകാന്തിൻ്റെ അടുത്ത് ചെല്ലുകയും അങ്ങനെ കൂലി എന്ന് പറഞ്ഞ സിനിമ അവിടെ നിന്നാണ് ബോൺ ചെയ്തത്. അപ്പോൾ 2 കൊല്ലം എടുത്ത് കൂലി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കംപ്ലീഷന് വേണ്ടി ലോകേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു 2 കൊല്ലത്തിനുള്ളിൽ വേറൊരു സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടോ അങ്ങനെ ഒരു കോണ്ടാക്റ്റേ ഇല്ല. കംപ്ലീറ്റ്ലി കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ഇൻവോൾവ് ആയി എന്നുള്ളത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി 100% അദ്ദേഹം തൻ്റെ കംപ്ലീറ്റ് മൈൻഡ് കൊടുത്തു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് തന്നെ കൂലി എന്ന് പറഞ്ഞ സിനിമ തിരശ്ശീലയിൽ വരുമ്പോൾ ഏറെ പ്രതീക്ഷകളാണ്, ഏറെ പ്രതീക്ഷകളാണ്. ഇതുപോലൊരു വമ്പൻ കാസ്റ്റിനെ വെച്ച് ഈ കൂലി എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ 1000 കോടി നേടുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. ഉറപ്പായിട്ടും പറയാൻ സാധിക്കും രജനീകാന്ത് ക്രിയേറ്റ് ചെയ്ത 2.0 ക്രിയേറ്റ് ചെയ്ത ആ ഒരു റെക്കോർഡ് ഈ കൂലി എന്ന് പറഞ്ഞ സിനിമ മറികടക്കും. എനിവേ ഈ ഒരു സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂ ആണെങ്കിൽ കൂടിയും ഒരുപക്ഷെ ഏകദേശം ഒരു 700-800 കോടി രൂപ കളക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ സിനിമയൊക്കെ. കൂലിയുടെ അഡ്വാൻസ് സെയില് കേരളത്തിൽ 4 കോടിക്ക് മേളിൽ കടന്ന് മുന്നോട്ട് പോവുകയാണ്. അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ലിയോ ഇട്ട FD റെക്കോർഡിനൊപ്പം വന്ന് എമ്പുരാൻ്റെ അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ എമ്പുരാനെ കവർ ചെയ്യുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ രജനീകാന്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇമ്പാക്റ്റ് ഓരോ സിനിമ കഴിയും തോറും മാറി വരികയാണ്. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് രജനീകാന്തിൻ്റെ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പറയും രജനീകാന്തിൻ്റെ യുഗം കഴിഞ്ഞെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നേരെ മറിച്ച് കൂലി എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒരു ന്യൂ വേർഷൻ ഓഫ് രജനീകാന്തിനെ കാണാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം കൂലി എൽസ്യുവിൻ്റെ പാട്ടായാലും ഇല്ലെങ്കിലും ലോകേഷ് സിനിമാ സംഭവം ഈ ഒരു കൂലി എന്ന് പറയുന്നതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഏറെ കാത്തിരിക്കുന്ന ഈ ഒരു വേർഷൻ തന്നെയാണ് ലോകേഷ് രജനീകാന്ത് ആ വേർഷൻ തന്നെ. ഇനി ഇതിന് പുറമേ നമ്മൾ വിക്രത്തിൽ
റോളക്സ് ആയിട്ട് സൂര്യ വന്ന പോലെ ഒരു കമലഹാസൻ്റെ എൻട്രി ഉണ്ടാകാം, അല്ലെങ്കിൽ ആ എൽസുവിലെ പാർട്ടാണെങ്കിൽ തന്നെ വേറെ മറ്റു കഥാപാത്രങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എന്തിനെന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത പല കാമിയോ അപ്പിയറൻസും ഒരുപക്ഷെ ഇതിലുണ്ടായേക്കാം. അങ്ങനെ ഒരു സൂചന കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ കൂലി എന്ന് പറഞ്ഞ സിനിമ ഓഗസ്റ്റ് 14 റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിനപ്പോൾ വാർ 2 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. കിയാറയുടെ ഒരു ബിക്കിനി അപ്പിയറൻസ് അല്ലാതെ ഞാനൊന്നും വേറെ കണ്ടില്ല. ഡാൻസ് തന്നെ വാറിനെ വെച്ച് നോക്കും വാർ 2 ഒന്നുമല്ല. അതൊക്കെ അവിടെ കിടക്കട്ടെ. വാറും കൂലിയായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം കൂലിയാണ് ഓൾമോസ്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്, എല്ലാ റീജിയനിലും ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം കൂലി എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, കൂലി എൽസുവിൻ്റെ പാട്ടാണോ അല്ലെങ്കിൽ കൂലി 1000 കോടി നേടുമെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്.